പ്രമാദമായ കൂടത്തായി കൊലപാതക പരമ്പരയിലെ റോയ് തോമസ് വധക്കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. പ്രതി ജോളിയുടെ വിധി എന്താവും? മലയാളി നടുങ്ങിപ്പോയ കൊലപാതക പരമ്പരയുടെ ന്യായവിധി വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ആർ ഹരിദാസിനെ വിസ്തരിക്കുന്നതോടെ വിചാരണ നടപടികൾ അവസാനിക്കും. കോടതി നടപടികൾ മാർച്ച് 16 നടക്കും. അവസാനഘട്ട വിചാരണയ്ക്ക് ശേഷം ഏപ്രിൽ മെയ് മാസത്തോടെ കേസിൽ വിധി പറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റോയ് തോമസ് വധക്കേസിന്റെ വിചാരണ മാറാട് പ്രത്യേക കോടതിയിൽ ആരംഭിച്ചിട്ട് മാർച്ച് 8-ന് 3 വർഷം പിന്നിട്ടു. നിലവിലെ ജഡ്ജി കെ സുരേഷ് കുമാർ മുൻപാകെയാണ് വിസ്താരം. സൈനൈഡ് കണ്ടെത്തി ശേഖരിക്കുന്നതിന് സാക്ഷിയായ OP അബ്ദുറഹ്മാന്റെ വിചാരണയാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. കൂടത്തായി പൊന്നാമറ്റം ജോളിയമ്മ ജോസഫ്, ആദ്യ ഭർത്താവ് റോയ് തോമസ് ഉൾപ്പെടെ 6 പേരെ സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2020 ജനുവരി 25-നാണ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസുകളിൽ ആകെ 270 സാക്ഷികളാണുള്ളത്. ഇതിൽ 123 സാക്ഷികളെ വിസ്തരിച്ചു. 235 രേഖകളും കൊലപാതകത്തിന് ഉപയോഗിച്ച സൈനൈഡിന്റെ ബാക്കി ഉൾപ്പെടെ 23 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. കേസിൽ 1-ാം പ്രതി ജോളിയും 2-ാം പ്രതി MS മാത്യുവും ജയിലിലാണ്. ജോളിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. റോയ് തോമസിന്റെ മരണം സൈനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിഭാഗം മേധാവി നിർണായക മൊഴി നൽകിയിരുന്നു. മറ്റ് 5 കൊലപാതകങ്ങളിലും ജോളി സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹങ്ങൾ സംസ്കരിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ മൊഴി നിർണായകമാകും. സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ സൈനൈഡ് ഉപയോഗിച്ച 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2019 ഒക്ടോബർ 5-നാണ് ജോളി അറസ്റ്റിലായത്. റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസ്, മകൻ റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജു സ്കറിയയുടെ ഭാര്യ സിരി, മകൾ 2 വയസ്സുള്ള ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ടോം തോമസിന്റെ മകൻ റോജോ തോമസ് നൽകിയ പരാതിയിൽ അന്നത്തെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KG സൈമനാണ് അന്വേഷണത്തിന് തുടക്കമിട്ടത്.